ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ SCRT സീരീസിലെ മലയാളത്തിന്റെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് കേട്ടോ. 10th സ്റ്റാൻഡേർഡിന്റെ മലയാളമാണ്. ഇതോട് കൂടിയിട്ട് SCRTയുടെ മലയാളം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മലയാളത്തിൽ SCRT ഭാഗത്തു നിന്നും ചോദിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡ് വരെയുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ ആണ്. ഓക്കെ, 10ാം ക്ലാസ്സിന്റെ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പദപരിചയം, പദകോശം, അതുപോലെ നമ്മുടെ റൈറ്റേഴ്സിന്റെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ്സും കാര്യങ്ങളും, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കണ്ടോ, ഇതിൽ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ 10th SCRT എന്നുള്ളത് 10ാം ക്ലാസ് വരെയുള്ളത് നമ്മൾ മലയാളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് അങ്ങനെ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ SCRTയിൽ ഇംഗ്ലീഷും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ഇതിൽ 10th സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടാണ് കേട്ടോ അവര് ഈ പരിചയം കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതിലെന്ന് പറയുമ്പോൾ ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ ടോട്ടലായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കിയാലോ. കഥകളതി മോഹനം എന്നതിൽ നിന്നും ആദ്യത്തെ നോക്കാം നമുക്ക്. അഭിഷേകം എന്നാൽ എന്താണ്? അഭിഷേകം എന്നാൽ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായ ചടങ്ങ് നനയ്ക്കൽ. ഓക്കെ, സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായ ചടങ്ങ് നനയ്ക്കൽ. അരിനിവഹം എന്താണ്? ശത്രു സമൂഹം. അരിനിവഹം എന്താണ്? ശത്രു സമൂഹമാണ്. ഓക്കെ, കനക്കെ ചുരുക്കി എന്താണ്? നന്നായി ചുരുക്കി. കനക്കെ ചുരുക്കി, നന്നായി ചുരുക്കി. അൻപ്, സ്നേഹം, ദയ. അൻപ് എന്നാൽ എന്താണ്? സ്നേഹം അല്ലെങ്കിൽ ദയ. ഓക്കെ, അടുത്ത എന്താണ്? നെഞ്ചം എന്താണ്? ഹൃദയം, മനസ്സ്. നെഞ്ചം എന്താണ്? ഹൃദയം, മനസ്സ്. ഓക്കെ, നെഞ്ചം എന്താണ്? ഹൃദയം, മനസ്സ്. പഞ്ചതാര എന്നാൽ പഞ്ചസാര. പ്രബലാധിപൻ ശക്തനായ നാഥൻ. പഠിക്കുന്ന സമയത്ത് ഒരു നോട്ടും പെന്നും എടുത്ത് ഇരുന്നിട്ട് എഴുതി പഠിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എഴുതി എടുക്കുക, എന്നിട്ട് ഡെയിലി ഒരു 10 വെച്ചിട്ട് പഠിക്കുക. അങ്ങനെ ആകുമ്പോഴേ ഇത് ഓർമ്മ നിൽക്കുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കില്ല. ഓക്കെ, അപ്പൊ ഒരു ബുക്കും പെന്നുമായിട്ട് ഇരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? ഭരദ്വാജനന്ദനൻ. ഓക്കെ, എന്താണ്? ഭരദ്വാജനന്ദനൻ. ഓക്കെ, ഭരദ്വാജന്റെ പുത്രൻ, അതായത് ദ്രോണരെയാണ് പറയുന്നത്. ഓക്കെ, ഭീഷ്മസമാനൻ എന്താണ്? ഭീഷ്മർക്ക് തുല്യനായവൻ. ഭുജിക്കുക, ഭക്ഷിക്കുക. മധു എന്താണ്? തേനിനെയാണ് മധു എന്ന് പറയുന്നത്. മന്ദസ്മിതം എന്താണ്? പുഞ്ചിരി. മന്നവൻ ആരാണ്? രാജാവിനെയാണ് മന്നവൻ എന്ന് പറയുന്നത്. മാനി ആരാണ്? മാനമുള്ളയാൾ. ഓക്കെ, മേളിക്കുക, കൂടിച്ചേരുക. മേളിക്കുക എന്താണ്? കൂടിച്ചേരുക. ഓക്കെ, വമ്പ്, പ്രതാപം. വൻപെന്താണ്? വമ്പ്, പ്രതാപം. ശരശയനം എന്താണ്? ശരങ്ങൾ കൊണ്ടുള്ള കിടക്ക. ഓക്കെ, സുയോധനൻ എന്താണ്? സുയോധനൻ എന്നാൽ കൗരവരിൽ മൂത്തയാൾ അഥവാ ദുര്യോധനൻ. ദുര്യോധനൻ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാണ്? സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. അഖിലം എന്നാൽ എന്താണ്? എല്ലാം അല്ലെ? അഖിലം എന്താണ്? എല്ലാമാണ്. അതികരുണം വളരെ ദയ തോന്നും വണ്ണം. ഓക്കെ, അതിവിതുര, അതിദുഃഖിത. അഥ എന്നാൽ എന്താണ്? പിന്നീട്, അനന്തരം. ഓക്കെ, അനതിചിരസൂത. പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവൾ. ഓക്കെ, അനർഘസ്വർണാഭൻ. അമൂല്യമായ സ്വർണത്തിന്റെ ശോഭയുള്ളവൻ. അമൂല്യമായിട്ടുള്ള സ്വർണത്തിന്റെ ശോഭയുള്ളവൻ. അനുപമം എന്താണ്? സാമ്യമില്ലാത്തത്. അപിച്ച, അതുമാത്രമല്ല. അമരഖവരൻ. ഓക്കെ, അമരഖവരൻ എന്താണ്? ദേവപക്ഷി ശ്രേഷ്ഠൻ. ആശു എന്താണ്? വേഗത്തിൽ. ഇച്ഛ ആഗ്രഹം. ഇതമുട് ഇഷ്ടത്തോടെ. എന്താണ്? ഇഷ്ടത്തോടെ. കനക്കും വർദ്ധിക്കും. എന്താണ്? വർദ്ധിക്കും. ഓക്കെ, കനക്കും വർദ്ധിക്കും. കുതുകം എന്താണ്? താല്പര്യം. കുലം വംശം.
ഗച്ഛ ഗച്ഛ പോയാലും, ഗച്ഛ എന്താണ് പോയാലും. ചിറകു മണി കനകം, ഓക്കെ, ചിറക് മണി കനകം എന്താണ് ചിറക് വിശിഷ്ടമായ സ്വർണമാണ്, ചിറക് വിശിഷ്ടമായ സ്വർണമാണ്. ജനകൻ, ജനകൻ അച്ഛൻ, ജനനി അമ്മ, ജനകൻ അച്ഛൻ, ജനനി അമ്മ. തനയൻ മകൻ, അല്ലെ, PSC യുടെ ഒരു ഇഷ്ട ചോദ്യമാണ് തനയൻ മകൻ. ഓക്കെ, തേ, തേ എന്നാൽ എന്താണ് നിനക്ക്, തേ നിനക്ക്. ദൈത പത്നി, ദൈത എന്താണ് പത്നിയാണ്, ദൈത പത്നി. ഓക്കെ, ദശ അവസ്ഥ. ദുരിതം, ദുരിതം ആപത്ത് കഷ്ടപ്പാട്. നരവരൻ, നരവരൻ എന്താണ് മനുഷ്യ ശ്രേഷ്ഠൻ, നരവരൻ മനുഷ്യ ശ്രേഷ്ഠൻ. നിരവലംബം, നിരവലംബം എന്താണ് ആശ്രയമില്ലാത്ത, നിരവലംബം ആശ്രയമില്ലാത്ത. പരിദേവികം, പരിദേവിതം, പരിദേവിതം. പരിദേവനം വിലാപം, പരിദേവനം വിലാപം. പരിവൃതൻ, പരിവൃട്ടൻ, പരിവൃട്ടൻ എന്താണ് ശ്രേഷ്ഠൻ, പരിവൃട്ടൻ ശ്രേഷ്ഠൻ. പിഴ തെറ്റ്. പൊഴുത്, പൊഴുത് എന്താണ് അവസരമാണ്, പൊഴുത് അവസരം. ഭൂപതി, ഭൂപതി രാജാവ്, ഭൂപതി രാജാവ്. മമ എന്റെ, മമ എന്താണ് എന്റെ, മമ എന്റെ. മനസ്സിരുചിജനകം, ഓക്കെ, മനസ്സിരു ചിജനകം എന്താണ് മനസ്സിൽ കൊതി ഉളവാക്കുന്ന, മനസ്സിൽ കൊതി ഉളവാക്കുന്ന. മായാദ്രോഹം, മായാദ്രോഹം എന്താണ് എന്നാലും ദ്രോഹം. ഓക്കെ, മോഹഭരം ഉദിതം, മോഹഭരം ഉദിതം. കവിഞ്ഞ മോഹം ഉണ്ടായി, കവിഞ്ഞ മോഹം ഉണ്ടായി. രാജേന്ദ്രൻ, രാജേന്ദ്രൻ എന്താണ് ചക്രവർത്തി, രാജേന്ദ്രൻ ചക്രവർത്തി. ഓക്കെ, രുധോര, രുധോദ, രുധോദ കരഞ്ഞു, രുധോദ കരഞ്ഞു. ഓക്കെ, വിരസം, വിരസം ഇഷ്ടക്കേട്, വിരസം ഇഷ്ടക്കേട്. സ്നേഹമേ വിഹിതം, സ്നേഹമേ വിഹിതം എന്താണ് സ്നേഹത്താൽ ചെയ്യപ്പെട്ടത്. ശൈതം ഉറങ്ങിക്കിടക്കുന്നു, ശൈതം ഉറങ്ങിക്കിടക്കുന്നു. ശോകം ദുഃഖം, ശോകം ദുഃഖം. ഓക്കെ, അടുത്ത ചാപ്റ്ററിന്റെ ആണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഓക്കെ, അപകർഷബോധം, അപകർഷബോധം എന്താണ് താൻ മോശക്കാരനാണെന്ന ബോധം, താൻ മോശക്കാരനാണെന്ന ബോധം. ഓക്കെ, അനിവാര്യം, അനിവാര്യം എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത, തടുക്കാൻ കഴിയാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത, തടുക്കാൻ കഴിയാത്ത. അവാച്യം, അവാച്യം എന്താണ് വിവരിക്കാൻ പ്രയാസമുള്ള, അവാച്യം വിവരിക്കാൻ പ്രയാസമുള്ള. അസ്തിത്വം, അസ്തിത്വം ഉണ്ടെന്നുള്ള അവസ്ഥ നിലനിൽപ്പ്, അസ്തിത്വം ഉണ്ടെന്നുള്ള അവസ്ഥ നിലനിൽപ്പ്. കഠോരം, കഠിനം ഭയങ്കരം, കഠോരം കഠിനം ഭയങ്കരം. തത്രപ്പാട്, തത്രപ്പാട് ബന്ധപ്പാട്, തത്രപ്പാട് ബന്ധപ്പാട്. ഓക്കെ, ദുരന്തം ആപത്ത്, ദുരന്തം ആപത്ത്. നെഗളിക്കുക, നെഗളിക്കുക എന്നാൽ എന്താണ് അഹങ്കരിക്കുക. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലെ, നെഗളിക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വാഹിനി, വാഹിനി എന്താണ് നദിയാണ്, വാഹിനി നദി. ഓക്കെ, വ്യർത്ഥം, വ്യർത്ഥം എന്താണ് വ്യർത്ഥം പ്രയോജനമില്ലാത്തത്, അർത്ഥമില്ലാത്തത്, പ്രയോജനമില്ലാത്തത്, അർത്ഥമില്ലാത്തത്. പാഴാവുക, പാഴാവുക വെറുതെയാവുക, പാഴാവുക വെറുതെയാവുക. ശഠിക്കുക നിർബന്ധം പിടിക്കുക, ശഠിക്കുക നിർബന്ധം പിടിക്കുക, ശഠിക്കുക നിർബന്ധം പിടിക്കുക. സ്ഫുരിക്കുക എന്താണ് സ്ഫുരിക്കുക എന്നുള്ളത് തിളങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, സ്പഷ്ടം വ്യക്തം. സമൃദ്ധം ധാരാളം. സരളം എന്താണ് ലളിതമാണ്. സംവദിക്കുക ആശയവിനിമയം നടത്തുക. ഓക്കെ, അടുത്തെന്താണ് ഉള്ളിലാണ് എപ്പോഴും ഉന്മാദൻ എന്ന പോൽ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ്. അതിൽ കുണ്ഠിതം എന്നാൽ എന്താണ് ദുഃഖമാണ്. ഓക്കെ, പ്രത്യുൽപന്നമതി എന്താണ് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളയാൾ, വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളയാൾ. ഓക്കെ, അന്നന്നത്തെ മോക്ഷം. ഊട്ടുക, ഊട്ടുക എന്നാൽ എന്താണ് അർത്ഥം വരുന്നത് ഭക്ഷണം കഴിപ്പിക്കുക. ഓക്കെ, ഭക്ഷണം കഴിപ്പിക്കുക. അടുത്തത് ദൃക്സാക്ഷി, ദൃക്സാക്ഷി എന്നാൽ എന്താണ് നേരിൽ കണ്ടയാളെയാണ് നമ്മൾ ദൃക്സാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, പൂഴ്ത്തുക ഒളിച്ചു വെക്കുക, പൂഴ്ത്തുക ഒളിച്ചു വെക്കുക. സുദൃഢം നല്ലപോലെ ഉറച്ചത്, നല്ലപോലെ ഉറച്ചത്. ഓക്കെ, അടുത്തത് അന്തി സന്ധ്യ വൈകുന്നേരം. ഇഹം, ഇഹം എന്നാൽ എന്താണ് ലോകമാണ് അല്ലെ, ഈ ലോകം, ഈ ലോകം. ഉരുവിടുക, ഉരുവിടുക എന്നാൽ എന്താണ് പറയുക അല്ലെങ്കിൽ ആവർത്തിച്ചു പറയുക. ഉലക ലോകം, ലോകം. നിബൃദ്ധം നിശബ്ദമായി രഹസ്യമായി, നിബൃദ്ധമായി നിശബ്ദമായി രഹസ്യമായി. നിസർഗം ജന്മനായുള്ളത് സ്വാഭാവികം, ജന്മനായുള്ളത് സ്വാഭാവികം. കുറുമർ, കുറുമർ ആരാണ് ഒരു ആദിവാസി വിഭാഗമാണ്. ഓക്കെ, GB എന്നാൽ എന്താണ് GB ഫുൾ ഫോം എന്ന് പറയുന്നത് ജിഗാബൈറ്റ് എന്നാണ് കേട്ടോ, GB ജിഗാബൈറ്റ്. മനയോല, മനയോല എന്താണ് കഥകളിലും മറ്റു മുഖത്തെഴുത്തിനും ഉപയോഗിക്കുന്ന നിറക്കൂട്ട്, മഞ്ഞ നിറമുള്ളൊരു ധാതു. ഓക്കെ, മഞ്ഞ നിറമുള്ളൊരു ധാതു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഓക്കെ, അടുത്തത്
കുഴമറിയുക എന്നാൽ എന്താണ്? കുഴഞ്ഞു മറിയുക, താറുമാറാകുക. കുഴഞ്ഞു മറിയുക, താറുമാറാകുക. നിർമ്മലം, പരിശുദ്ധം. ഓക്കെ. ഉരുക്ക് എന്നാൽ എന്താണ്? ഉരുകി ഉറച്ച ഇരുമ്പ്. ഉരുക്ക് എന്നാൽ എന്താണ്? ഉരുകി ഉറച്ച ഇരുമ്പ്. ഓക്കെ. ഉലർന്ന നീരുവലിഞ്ഞ. ഏറുമാടം മരത്തിന്റെ മുകളിലുള്ള കാവൽപ്പുര. ഏറുമാടം എന്താണ്? മരത്തിന്റെ മുകളിലുള്ള കാവൽപ്പുര. ഓക്കെ. ഒരു നീലത്തിന്റെ ഒരു ഭാഗം നിരയായി തുടർന്നുള്ള കണ്ടങ്ങൾ. ഓക്കെ. കല്ലൻമുള എന്താണ്? കട്ടിയുള്ള ഒരു തരം മുള. ചെമ്മുത്ത്, ചെമ്മന്ന മുത്ത്. ഓക്കെ. ചെമ്മന്ന മുത്ത്. ദേശദ്വയം, രണ്ടു ദേശം. പെട്രോമാക്സ് എന്താണ്? ഒരു തരം ഗ്യാസ് വിളക്ക്. പെലം എന്താണ്? പുലം അല്ലെങ്കിൽ വയൽ. ഓക്കെ. മരുത് എന്താണ്? ഒരു വൃക്ഷമാണ്. വാക്കത്തിമാട്, വാക്കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം. വാരി, മേൽപ്പുരയുടെ താഴത്തുള്ള താഴ്ഭാഗത്തുള്ള പട്ടികയിൽ. ഓക്കെ. കലശ് വെള്ളം എന്താണ്? കലങ്ങിയ വെള്ളം, ഇരുമ്പ് ചൊവയുള്ള വെള്ളം. കുഴച്ചിലാകുക. ഓക്കെ. കുഴച്ചിലാകുക എന്നാൽ എന്താണ്? കഴച്ചിലാകുക എന്താണ്? ഒഴിവാകുക. ചാകര, ധാരാളം മത്സ്യം അടിയുന്ന ഒരു പ്രതിഭാസം. ചെതുമ്പൽ, മത്സ്യത്തിന്റെ പുറം ഭാഗത്തുള്ള ശൽക്കങ്ങൾ. ചെതുമ്പൽ എന്നാൽ എന്താണ്? മത്സ്യത്തിന്റെ പുറം ഭാഗത്തുള്ള ആ ചെലുമ്പലില്ലേ, അതിനെയാണ് കേട്ടോ പറയുന്നത്. തുറ, കടപ്പുറം. വെക്ക എന്നാൽ എന്താണ്? ചൂടാണ്. അടുത്ത എന്താണ്? അച്ചക്കഴ എന്നാൽ എന്താണ്? വയലരികിലെ നീർച്ചാല്. ഓക്കെ. വയലരികിലെ നീർച്ചാല്. ആജാനബാഹു എന്താണ്? കൈക്ക് കാൽമുട്ടോളം നീളമുള്ളവൻ. ഉർവര, ഫലഭൂയിഷ്ടമായ വിളഭൂമി. ഉർവര എന്താണ്? ഫലഭൂയിഷ്ടമായ വിളഭൂമി. എട്ടും പൊട്ടും തിരിയാത്ത എന്നാൽ അർത്ഥം വരുന്നത് എന്താണ്? എട്ടും പൊട്ടും തിരിയാത്ത എന്നാൽ അറിവ് ഇല്ലാത്ത. ഓക്കെ. കുടകപ്പാല ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷം. ഓക്കെ. തഥാഗതൻ ബുദ്ധമുനി. തഥാഗതൻ എന്താണ്? ബുദ്ധമുനി. നാൽപ്പാമരം അത്തി, അരയാൽ, പേരാൽ എന്നീ മരങ്ങളാണ് നാൽപ്പാമരം. നീപ്പാളി, നേപ്പാളി. പ്രയാണം, യാത്ര. ബോധിസത്വൻ എന്താണ്? ബുദ്ധനാണ്. ബുദ്ധൻ. ഭൂർജപത്രം, ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണുന്ന പൂതണയ്ക്ക് എന്ന വൃക്ഷത്തിന്റെ ഇല. ഓക്കെ. ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണുന്ന പൂതണക്ക് എന്ന വൃക്ഷത്തിന്റെ ഇലയാണ്. ഓക്കെ. മുട്ടാളൻ എന്താണ്? മുഷ്കരനാണ്. മുഷ്കരൻ. ഓക്കെ. സങ്കീർത്തനം എന്താണ്? സങ്കീർത്തനം എന്നാൽ സ്തുതി അല്ലെങ്കിൽ സ്തോത്രമാണ്. സ്തോത്രമാണ്. സാന്ത്വം നല്ല വാക്ക്. സാളഗ്രാമം വിഷ്ണുവിന്റെ പ്രതിമയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കല്ല്. ഓക്കെ. സുത്തം എന്താണ്? ബുദ്ധന്റെ ഉപദേശമാണ്. ഓക്കെ. അടുത്ത എന്താണ്? അനുക്ഷണം നിമിഷം തോറും. ആദി ഒന്നാമത്തെ ആദ്യത്തെ. കനി എന്നാൽ എന്താണ്? പഴം അല്ലെങ്കിൽ ഫലമാണ്. ഓക്കെ. ഞാണൊലി എന്താണ്? ഞാണിന്റെ ശബ്ദം. ദീപസ്തംഭം എന്താണ്? വിളക്കുതൂണാണ് കേട്ടോ. ദീപസ്തംഭം എന്നാൽ എന്താണ്? വിളക്ക് തൂൺ. ഓക്കെ. പരമാണു ഏറ്റവും ചെറുതായാണോ അവിഭാജ്യമായാണോ. ഓക്കെ. ഏറ്റവും ചെറുതായാണോ അവിഭാജ്യമായ ആണോ. പരിണാമം മാറ്റം. പരിവർത്തനം മാറ്റം. ഓക്കെ. പുരുഷാന്തരം 100 വർഷം ഒരു മനുഷ്യന്റെ ജീവിതകാലം ഒരു തലമുറ. ഓക്കെ. ഒരു മനുഷ്യന്റെ ജീവിതകാലം ഒരു തലമുറ. പ്രാണസ്പന്ദനം ജീവന്റെ തുടിപ്പ്. പ്രാണസ്പന്ദനം എന്താണ്? ജീവന്റെ തുടിപ്പ്. മണ്ഡലം കൂട്ടം. ഓക്കെ. ഉദ്യാനം. എന്താണ്? ഉദ്യാനമാണ്. ശ്രേണി കൂട്ടം നിര. ഓക്കെ. സഹസ്രം ആയിരം. സൃഷ്ടി ഉൽപ്പത്തി നിർമ്മാണം. അന്വർത്ഥം എന്നാൽ എന്താണ്? അർത്ഥത്തിന് യോജിച്ചവ. അമാനുഷർ മനുഷ്യ സാധാരണമല്ലാത്ത സ്വഭാവമുള്ളവർ. ഓക്കെ. അരോചകം രസിക്കാത്ത സുഖകരമല്ലാത്ത.
ആത്മകഥം മനസ്സിലുള്ളത് വിചാരം. ആത്മകഥം എന്താണ്? മനസ്സിലുള്ളത് വിചാരം. ദിശ ദിക്ക്. നിർദ്ദിഷ്ട മാർഗം നിർദ്ദേശിക്കപ്പെട്ട വഴി. നിർദ്ദിഷ്ട മാർഗം നിർദ്ദേശിക്കപ്പെട്ട വഴി. പ്രതീതി തോന്നൽ. പ്രതീതി തോന്നൽ. വിച്ഛേദനം വേർപെടുത്തൽ. വിച്ഛേദനം വേർപെടുത്തൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ പദപരിചയത്തിൽ കാര്യങ്ങളിൽ വരുന്നത്. 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് ഇത്രയാണ് കേട്ടോ. ഇനിയിപ്പോ ഇതില് കുറച്ച് കോഡ്സും കാര്യങ്ങളും മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയാലോ. എന്താണ്? ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം. എന്താണ്? കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, ചൊല്ലുന്നതുണ്ടു കനക ചെരുക്കി ഞാൻ. ഓക്കെ, കനക്കെ ചുരുക്കി ഞാൻ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. ആരാണ്? എഴുത്തച്ഛനാണ്. ഓക്കെ, എഴുത്തച്ഛൻ. ഓക്കെ, അടുത്ത എന്താണ്? സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൽ ഉംബർ കോൻ തന്നെ നന്ദനർജുനൻ വാരണ വീരൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തന്റെ തലയറ്റു നാലാമതാനതൻ വാലുമരിഞ്ഞിട്ടു കോലാഹലത്തോട് പോയതു ബാണവും. ആരാണ്? ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം എന്നുള്ളതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് മലയാളമാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ്. എന്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്. എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ആരാണ്? MT വാസുദേവൻ നായർ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ടിട്ട് എണ്ണി തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. ആരാണ്? പ്രകാശ് രാജാണ്. ഓക്കെ, പത്രങ്ങളുടെ അധ്യാപന ശക്തിയെ പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയെയും ഗണിക്കേണ്ടി വരുന്നു. മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തില് ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽ പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാവുന്നു. വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, ഭാരതപ്പുഴ എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു. കടലും കായലും തോടുമുള്ള എന്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായിട്ട് തോന്നി. വാമൊഴി വരമൊഴികള് ONV കുറുപ്പ്. ഓക്കെ, എന്താണ് എന്റെ ദേശം? ഏതാണ് എന്റെ ദേശം? പെറ്റുവളർന്ന ബർമ്മയിലെ ബില്ലിൻ എന്ന ഗ്രാമമോ? ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച് എന്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ? ആരാണ്? UA ഖാദറാണ്. ഓക്കെ, അടുത്തെന്താണ്? നന്ദി ചൊല്ലുന്നു ശാസ്ത്ര സുഹൃത്തെ, ഭവാൻ തുന്നിത്തന്ന തീച്ചിറകുകൾ അനന്ത വിശാലങ്ങൾ ബ്രഹ്മാണ്ട പൂമേട സന്നാദ്യത്തെ നിലയിലെ നന്മുറി തുറക്കാത്ത മുറി ഞാൻ തുറക്കട്ടെ. ചന്ദ്രദർശനം P കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അപ്പോ ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഒരു 3-4 തവണ ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ രസയാട്ടിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഞാൻ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. അപ്പൊ ഓക്കെ, ഇത്രയാണ് കേട്ടോ 10th സ്റ്റാൻഡേർഡിലുള്ളത്. ഇത്രയാണ്. അപ്പോ ഇതോട് കൂടിയിട്ട് നമ്മുടെ SCERTയുടെ മലയാളം എന്നുള്ള ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. 5 മുതൽ 10 വരെയുള്ള അടുത്ത സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് SCERTയുടെ ഇംഗ്ലീഷ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആവശ്യമുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിക്കുക, നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക ഇതൊക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.